Hi all, welcome to Sapphire Future Academy Board Booster Series. നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. യെസ്, വളരെ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. നമ്മൾ മാട്രിക്സ് ഡിറ്റർമിനൻസ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ വളരെ ഈസി ആയിട്ട് വെക്ടർ അല്ലെ 3D നമ്മൾ കോൺസെപ്റ്റ്സ് ഒക്കെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു അല്ലെ. വലിയൊരു ബുദ്ധിമുട്ടില്ലാത്ത കോൺസെപ്റ്റ്സുകൾ അതൊക്കെ അല്ലെ. അപ്പൊ അതേപോലെ തന്നെ ഒരു ഗ്രാഫിക്കൽ സൊല്യൂഷൻ വഴി ഈസി ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ. നമ്മൾ +1 ലീനിയർ ഇനീക്വാളിറ്റീസ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്, ശരിയല്ലേ? യെസ്, ആ ലീനിയർ ഇനീക്വാളിറ്റീസ് ഇൻ 2 വേരിയബിൾസുകൾ നമ്മൾ സോൾവ് ചെയ്യുന്ന ടെക്നിക്സുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് ഗ്രാഫിക്കൽ മെത്തേഡ് വഴി അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ലീനിയർ പ്രോഗ്രാമിംഗിൽ പഠിക്കുന്നുണ്ടായിരിക്കുക. ഇതിനെ സംബന്ധിച്ചുള്ള തിയറിയും പ്രോബ്ലംസ് ഞാൻ ഒരു എക്സാമ്പിൾ വഴി പറഞ്ഞു തരാം. ഓക്കെ, യെസ്. ഇവിടെ ഞാനൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ NCERT കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും. Yes, here the question is, a furniture dealer, ഒരു എക്സാമ്പിൾ ആണ് അല്ലെ. A furniture dealer deals in only 2 items. ഒരു ഫർണിച്ചർ ഡീലർ ഉണ്ട്, അത് ഡീൽ ചെയ്യുന്നത് മെയിൻ ആയിട്ടുള്ള 2 ഐറ്റംസുകളാണ്. ഏതൊക്കെയാണ്? ടേബിൾസുകളും ചെയേഴ്സ് ആണ് ഡീൽ ചെയ്യുന്നുണ്ടായിരിക്കുക. യെസ്, ഹി ഹാസ് ₹50,000 ടു ഇൻവെസ്റ്റ്. ഇൻവെസ്റ്റ് ചെയ്യാൻ ആൾക്ക് എത്ര രൂപയുണ്ട് കയ്യിൽ? 50,000 രൂപയാണ് ഉള്ളത്. ആൻഡ് ഹാസ് എ സ്റ്റോറേജ് സ്പേസ് ഓഫ് അറ്റ്മോസ്റ്റ് 60 പീസസ്. ഓക്കെ, നമ്മുടെ ടേബിൾസും ചെയറും കൂടി മാക്സിമം 60 പീസുകൾ വരെ സ്റ്റോർ ചെയ്യാനുള്ള സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ട്. അതേപോലെ തന്നെ മാക്സിമം 50,000 ആണ് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള എമൗണ്ടും ഉള്ളത്. A table cost ₹2,500 and a chair ₹500. ടേബിളിന്റെ കോസ്റ്റ് നമുക്ക് എത്ര തന്നിരിക്കുന്നത്? 2,500 എന്നും ചെയറിന്റെ കോസ്റ്റ് 500 ആണ് നമുക്ക് തന്നിട്ടുണ്ട്. യെസ്, he estimates that from the sale of one table, ഒരു ടേബിള് സെയിൽ ചെയ്യുമ്പോൾ he can make a profit of ₹250. 250 രൂപയാണ് പ്രോഫിറ്റ് കിട്ടാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതേപോലെ തന്നെ and that from the sale of one chair, ഒരു ചെയർ വിൽക്കുകയാണെങ്കിലോ he needs to get the profit of ₹75 അവിടുന്ന് പ്രോഫിറ്റ് കിട്ടണം. യെസ്, he wants to know how many tables and chairs he should buy ഫ്രം ദ അവൈലബിൾ മണി. ആളുടെ കയ്യിലുള്ള എമൗണ്ട് എത്രയാ? 50,000 മാക്സിമം ഉള്ളത് അല്ലെ. ആ 50,000 ഉപയോഗിച്ചുകൊണ്ട് എത്ര ചെയറും എത്ര ടേബിളും വാങ്ങിക്കാനായിട്ട് സാധിക്കും? എന്താ ഒരു കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത്? സോ ആസ് ടു മാക്സിമൈസ് ഹിസ് ടോട്ടൽ പ്രോഫിറ്റ് എന്തിരിക്കണം? മാക്സിമം ആയിരിക്കണം. അസ്യൂമിങ് ദാറ്റ് ഹി ക്യാൻ സെൽ ഓൾ ദ ഐറ്റംസ് വിച്ച് ഹി ബൈസ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ കേസ് ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ നമ്മൾ വായിക്കുമ്പോൾ ക്ലിയർ ആണ്. ഒരു 50,000 റുപ്പീസ് ഇൻവെസ്റ്റ് ചെയ്യാനാണ് ആൾ ആഗ്രഹിക്കുന്നത്. ഒരു മാക്സിമം ഒരു 60 പീസസ് ഓഫ് സ്റ്റോറേജ് ചെയ്യാൻ പറ്റും, ടേബിൾസും ചെയർസും കൂടി. അങ്ങനെയാണെങ്കിൽ ഒരു ടേബിളിന്റെ കോസ്റ്റും ചെയറിന്റെ കോസ്റ്റും കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു ടേബിള് വിൽക്കുമ്പോൾ ₹250 ചെയർ വിൽക്കുമ്പോൾ ₹75 പ്രോഫിറ്റ് ആയിട്ട് കിട്ടണം. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? മാക്സിമം പ്രോഫിറ്റ് കിട്ടാൻ, അതാണ് വേർഡ്, ഇമ്പോർട്ടന്റ് വേർഡ്, മാക്സിമൈസ് ഹിസ് ടോട്ടൽ പ്രോഫിറ്റ് അല്ലെ. പ്രോഫിറ്റ് മാക്സിമം കിട്ടാൻ എത്ര ടേബിളും ചെയറും ആണ് ആള് വാങ്ങിക്കേണ്ടത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇത്തരം ക്വസ്റ്റ്യൻസുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക, അല്ലെങ്കിൽ കോസ്റ്റ് ആണെങ്കിൽ മിനിമൈസ് ചെയ്യുക. അത്തരം കേസ് ഓഫ് പ്രോബ്ലംസുകൾ നമ്മൾ ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലംസ് എന്നാണ് വിളിക്കുക. എന്താണ് വിളിക്കുന്നുണ്ടായിരിക്കുക? ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലംസ് എന്നാണ് വിളിക്കുന്നുണ്ടായിരിക്കുക. ഓക്കെ, ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലംസ്. ഈ ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലംസിൽ വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ക്ലാസ് ഓഫ് പ്രോബ്ലംസുകളാണ് ഏത്? ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസ്. എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്ന? ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസ്. ഓക്കെ, ഇവിടെ നമ്മൾ ഗ്രാഫിക്കൽ മെത്തേഡ് വഴിയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക? സോൾവ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, യെസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷനിൽ തന്നെ നമുക്ക് തുടങ്ങാം. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ അഗൈൻ വായിക്കുകയാണ്. ടേബിൾസും ചെയേഴ്സിനാണ് ഡീൽ ചെയ്യുന്നത് അല്ലെ. അപ്പൊ എത്ര നമ്പർ ഓഫ് ചെയറും എത്ര നമ്പർ ഓഫ് ടേബിൾസും വാങ്ങിക്കാൻ പറ്റുന്നല്ലേ ക്വസ്റ്റ്യൻ? മാക്സിമം പ്രോഫിറ്റ് കിട്ടുകയും വേണം അല്ലെ. യെസ്, അപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? നമ്പർ ഓഫ് ടേബിൾസിനെ ഞാൻ X എന്ന് വിചാരിച്ചു. നമ്പർ ഓഫ് ചെയേഴ്സ് അതിനെ Y എന്നും വിചാരിച്ചു. ഓക്കെ, അതായത്
ആൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന, ഹി ക്യാൻ ബൈ, വാങ്ങിക്കാൻ സാധിക്കുന്ന നമ്പർ ഓഫ് ടേബിൾസ് നമുക്ക് അറിയില്ല, നമ്പർ ഓഫ് ചെയേഴ്സും അറിയില്ല അല്ലെ, അതിന് എക്സ് എന്നും വൈ എന്നും എടുത്തു. ഓക്കെ, ദെൻ മാക്സിമം ആൾക്ക് 50,000 റുപ്പീസ് ആണ് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അവർ പറയുന്നുണ്ടല്ലോ ടേബിളിന്റെ കോസ്റ്റ് എത്രയാണ്, 2500 ആണ്, ചെയറിന്റെ കോസ്റ്റ് 500 ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ടേബിൾസ് എക്സ് ആണെങ്കിൽ ടോട്ടൽ എമൗണ്ട് എത്ര വരുന്നുണ്ടായിരിക്കുക, 2500 ഇൻറ്റു എക്സ്. കറക്റ്റ് അല്ലേ? അതേപോലെ നമ്പർ ഓഫ് ചെയർസ് വൈ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ചെയറിന്റെ വരുന്ന കോസ്റ്റ് എത്രയായിരിക്കും, 500 വൈ ആയിരിക്കും. മാക്സിമം അയാളുടെ കയ്യിലുള്ള എമൗണ്ട് 50,000 അല്ലേ, അപ്പൊ മിനിമം നമുക്ക് കൺസ്ട്രെയിൻസ് നമുക്ക് എങ്ങനെയാ വരുന്നുണ്ടായിരിക്കുക, അതായത് 2500 എക്സ് പ്ലസ് 500 വൈ, ടോട്ടൽ എമൗണ്ട് അതൊന്നില്ലെങ്കിൽ 50,000 എത്താം, അല്ലെങ്കിൽ 50,000 കുറവാകാം. സോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50,000. ക്ലിയർ അല്ലേ? യെസ്. അതേപോലെ തന്നെ അടുത്തൊരു കേസ് പറയുന്നുണ്ട്, എന്താണ്, മാക്സിമം 60 പീസസുകളാണ് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ ടേബിളും ചെയറും കൂടിയിട്ട്. അപ്പൊ അങ്ങനെയാകുമ്പോൾ അടുത്ത കൺസ്ട്രെയിന്റ് എഴുതി കൂടെ, എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 60 ആണ്. കാരണം എക്സ് നമ്പർ ഓഫ് ടേബിൾസ് ആണ്, വൈ നമ്പർ ഓഫ് ചെയേഴ്സ് ആണ്. അപ്പൊ രണ്ടും കൂടി ചേർന്ന് കഴിഞ്ഞാൽ മാക്സിമം 60 പീസ് വരെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും അല്ലെ. സോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 60, 60 വരാം, 60നേക്കാൾ കുറവ് വരാം. അപ്പൊ ഇത് ഇൻവെസ്റ്റ്മെന്റ് കൺസ്ട്രെയിന്റ്, ഇൻവെസ്റ്റ്മെന്റുമായി ബന്ധപ്പെട്ട കൺസ്ട്രെയിന്റ് ആണ്. ഓക്കെ, ഇതെന്താണ്, സ്റ്റോറേജ് കൺസ്ട്രെയിന്റ്. ഓക്കെ, യെസ്. ഇനി നമുക്കറിയാലോ നമ്പർ ഓഫ് ടേബിൾസും നമ്പർ ഓഫ് ചെയേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, നോൺ നെഗറ്റീവ് ക്വാണ്ടിറ്റി ആണ് അല്ലെ. സോ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്, വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. അത് അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. സോ നോൺ നെഗറ്റീവ് ആണ് എക്സും വൈയും എന്ന് പറയാം. നമ്പർ ഓഫ് ടേബിൾസ് ചിലപ്പോൾ 0 വരാം, അല്ലെങ്കിൽ മുകളിലേ വരുള്ളൂ അല്ലെ, പോസിറ്റീവ് വാല്യൂസ് അല്ലേ വരുള്ളൂ, നമ്പർ ഓഫ് ചെയേഴ്സ് നമ്പർ ഓഫ് ടേബിൾസും അല്ലെ. സോ എക്സ് ഗ്രേറ്റർ 0, വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കേസ് എന്ന് പറയുന്നത്, നമുക്കിവിടെ എന്താണോ മാക്സിമൈസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്തിനെയാണോ മിനിമൈസ് ചെയ്യുക, അതാണ് ഒപ്റ്റിമൈസ് എന്ന് പറയുന്നത് അല്ലെ, അതിന് വിളിക്കുന്ന പേര് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്നാണ് വിളിക്കുക. ആരെയാണോ നമ്മൾ പ്രോഫിറ്റ് ഒക്കെ ആകുമ്പോൾ മാക്സിമൈസ് ആയിരിക്കും, കോസ്റ്റ് ഒക്കെ ആകുമ്പോൾ എന്തായിരിക്കും, മിനിമൈസ് ആയിരിക്കും. ആ ഒപ്റ്റിമൈസ് ചെയ്യേണ്ട ആളെ നമ്മൾ എടുത്തെഴുതുന്നതാണ് എന്ത്, ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ നമ്മൾ Z എന്നുള്ള ലെറ്റർ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. നോർമലി ഇവിടെ നമ്മൾ പ്രോഫിറ്റിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക, മാക്സിമൈസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്തായിരിക്കണം, പ്രോഫിറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം. പ്രോഫിറ്റ് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്, യെസ് 250 ആണ് ഒരു ടേബിൾ വിൽക്കുമ്പോഴുള്ള പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്പർ ഓഫ് ടേബിൾസ് നമ്മൾ എക്സ് നല്ല എടുത്തിരിക്കുന്നത്. സോ 250x പ്ലസ് ഒരു ചെയർ വിൽക്കുമ്പോഴാകുന്ന പ്രോഫിറ്റ് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്, 75 ആണ്. സോ 250x പ്ലസ് 75y. നമ്പർ ഓഫ് ചെയേഴ്സ് എന്താ എടുത്തിരിക്കുന്നത്, y എന്നാണ് എടുത്തിരിക്കുന്നത്. സോ 75y. സോ z ഈക്വൽ ടു 250x പ്ലസ് 75y. ഇതിനെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു ഫംഗ്ഷന്റെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്, മാക്സിമം വാല്യൂ കണ്ടെത്തേണ്ടത്. സോ ദിസ് ഈസ് കോൾഡ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. എന്താ വിളിക്കുന്നുണ്ടായിരിക്കുക, ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ഓക്കെ, ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂ ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഓക്കെ, ആ ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂ കണ്ടെത്താൻ സഹായിക്കുന്ന കൺസ്ട്രെയിൻസ്, കണ്ടീഷൻസ് അല്ലെങ്കിൽ ലീനിയർ ഇനീക്വാളിറ്റീസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നുണ്ടായിരിക്കുക, കൺസ്ട്രെയിൻസ് എന്ന് വിളിക്കുക. എന്താ വിളിക്കുക, കൺസ്ട്രെയിൻസ്. ലീനിയർ ഇനീക്വാളിറ്റീസ് അല്ലെ, ആക്ച്വലി ഇത് ലീനിയർ ഇനീക്വാളിറ്റീസ് ആണ് നമുക്ക് ഇതിന്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ കണ്ടെത്താനായിട്ട് ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂ കണ്ടെത്താൻ സഹായിക്കുന്ന ലീനിയർ ഇനീക്വാളിറ്റീസ് ആണ് നമ്മൾ എന്ത് വിളിക്കുക, കൺസ്ട്രെയിൻസ് എന്നാണ് വിളിക്കുന്നുണ്ടായിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എന്ത് എഴുതിയത്, ഇൻവെസ്റ്റ്മെന്റ് റിലേറ്റഡ് ആയ ഇൻവെസ്റ്റ്മെന്റ് കൺസ്ട്രെയിൻ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി എഴുതിയതാണ് കേട്ടോ. സ്റ്റോറേജ് റിലേറ്റഡ് സ്റ്റോറേജ് കൺസ്ട്രെയിന്റ് എന്ന് എഴുതിയത്. ഓക്കെ, ഈ ഇൻവെസ്റ്റ്മെന്റ് കൺസ്ട്രെയിൻ നമുക്ക് ഒന്നുകൂടി റെഡ്യൂസ് ചെയ്ത് എഴുതാലോ. ഇവിടെ നോക്കി, 2500x പ്ലസ് 500y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50,000. ഓക്കെ, 500 നമുക്ക് കോമൺ ആയിട്ട് വരുന്നതാണ് അല്ലെ. അപ്പൊ എന്ത് വരുന്നുണ്ടായിരിക്കും, 5x plus, yes, 5x plus y less than or equals to 100. ശരിയല്ലേ, 5x plus y less than or equals to 100. So 5 into
500 is 2500, then 500 കോമൺ എടുക്കുമ്പോൾ യെസ് ഇവിടെ 50,000 ആണ്, അപ്പോൾ 100 കിട്ടും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ റെഡ്യൂസ് ചെയ്ത് ഈ ഫോമിലേക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പൊ നമ്മൾ ചെയ്താണ് മാത്തമാറ്റിക്കൽ ഫോർമുലേഷൻ ഓഫ് ദി പ്രോബ്ലം എന്ന് അറിയപ്പെടുന്നത്. എന്താണ് മാത്തമാറ്റിക്കൽ ഫോർമുലേഷൻ ഓഫ് ദി പ്രോബ്ലം? നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നമ്മൾ വായിച്ച് നമുക്ക് അൺനോൺ ആയിട്ടുള്ള ആൾക്കാർ എക്സ് വൈ എന്നെടുത്ത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എഴുതി സപ്പോർട്ട് ചെയ്യുന്ന കൺസ്ട്രെയിൻസുകളൊക്കെ എഴുതി കഴിഞ്ഞാൽ എന്തായി, മാത്തമാറ്റിക്കലി നമ്മൾ ആ പ്രോബ്ലത്തിനെ ഫോർമുലേറ്റ് ചെയ്തു. സോ ദിസ് ഈസ് മാത്തമാറ്റിക്കൽ ഫോർമുലേഷൻ ഓഫ് ദി പ്രോബ്ലം. ഓക്കെ, യെസ്. ഇനി നമ്മൾ ഇത് സോൾവ് ചെയ്യുന്ന കേസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. യെസ്, അപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള ആ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ഫോർമുലേറ്റ് ചെയ്തു അല്ലെ, ആ കൺസ്ട്രെയിൻസും ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻസുകളൊക്കെ ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്. എന്താണ് കൊടുത്തിരിക്കുന്ന കൺസ്ട്രെയിൻസുകൾ? 5x plus y less than or equal to 100 അല്ലെ, then x plus y less than or equal to 60, x greater than or 0, y greater than or equal to 0. ഇത് സ്റ്റോറേജുമായിട്ടും ഇതെന്തായിരുന്നു, ഇൻവെസ്റ്റ്മെന്റ് കൺസ്ട്രെയിന്റ് ആയിരുന്നു. ഇതെന്തായിരുന്നു, നോൺ നെഗറ്റീവ് ആയിട്ടുള്ള കൺസ്ട്രെയിൻസുകളാണ് അല്ലെ. നമ്പർ ഓഫ് ടേബിൾസ് ആണ് എക്സ്, നമ്പർ ഓഫ് ചെയേഴ്സ് ആണ് വൈ എന്ന് പറയുന്നത്. അതേപോലെ എന്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്തായിരുന്നു, z is equals to 250x. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഏറ്റവും മുകളിൽ എഴുതുക 75y subject to the constraints. Then നമ്മൾ എന്ത് എഴുതുക, ഈ കൺസ്ട്രെയിൻസുകൾ എഴുതുക. ഇതാണ് മാത്തമാറ്റിക്കൽ ഫോർമുലേഷന്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ലിസ്റ്റ് ചെയ്യുക, ദെൻ സബ്ജക്ട് ടു ദ കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞ് തന്നിരിക്കുന്ന കൺസ്ട്രെയിൻസുകൾ എഴുതുക. ഇത് നമ്മൾ സോൾവ് ചെയ്യാൻ ടെക്നിക്കാണ് പോകുന്നത്. ആദ്യം നമുക്ക് തന്നിരിക്കുന്ന കൺസ്ട്രെയിന്റ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ എന്തോ ആയിക്കോട്ടെ, നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഈക്വൽ ടു കൺസ്ട്രെയിൻസ് ആയി, ഈക്വൽ ടു ആയിട്ടാണ് ആ കൺസ്ട്രെയിന്റ് നമ്മൾ എടുക്കുന്നുണ്ടായിരിക്കുക. ലീനിയർ ഇക്വാളിറ്റി നമ്മൾ എന്തെടുക്കുക, ഈക്വൽ ടു ആയിട്ടാണ് എടുക്കുക. കാരണം ഗ്രാഫുകൾ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ പോയിന്റ്സുകൾ ആവശ്യമാണ്. ആ പോയിന്റ്സുകൾ കണ്ടെത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, തന്നിരിക്കുന്ന ആദ്യത്തെ കൺസ്ട്രെയിന്റ് ആയിട്ടുള്ള 5x plus y ലെസ് ദൻ ഓർ ഈക്വൽ ടു 100 ഈക്വൽ ടു 100 ആയിട്ട് എടുത്ത് ഒരു ടേബിൾ നമ്മൾ വരയ്ക്കുക. ഇതിലെ കൺസ്ട്രെയിൻസ്, ഇതിലെ വാരിയബിൾസ് ഏതൊക്കെയാ, എക്സും വൈയും അല്ലേ. ഇതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, പോയിന്റ്സ് വേണം. പോയിന്റ്സ് ഉണ്ടെങ്കിൽ അല്ലേ നമുക്ക് ഗ്രാഫ് വരയ്ക്കാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ നമ്മൾ പോയിന്റ്സ് ഡിറ്റർമിൻ ചെയ്യാനുള്ള എളുപ്പ വഴി എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ഇക്വേഷനിലെ എക്സിന് ആദ്യം 0 കൊടുക്കുക. എക്സിന് 0 കൊടുക്കുമ്പോൾ എന്താ കിട്ടുക, 5 into 0, 0 plus y equals to 100. So y equals to 100 എന്ന് കിട്ടും. ശരിയല്ലേ? അതേപോലെ തന്നെ വൈക്ക് 0 കൊടുക്കുക. വൈക്ക് 0 കൊടുക്കുമ്പോൾ 5x equals to 100 or x is equals to 100 by 5, 20 എന്ന് കിട്ടും. അപ്പൊ പോയിന്റ്സുകൾ എന്ന് പറയുന്നത് ആദ്യം എക്സ് കോർഡിനേറ്റ് ദെൻ വൈ കോർഡിനേറ്റ് ആണ് അല്ലെ. അപ്പൊ നമ്മൾ എന്തെടുക്കുക, 0,100 ഒരു പോയിന്റും അടുത്തത് 20,0 ആണ് അടുത്ത പോയിന്റ് ആയിട്ട് വരുന്നുണ്ടായിരിക്കുക. ക്ലിയർ? യെസ്. അപ്പൊ ഞാൻ ഉടനടി ഗ്രാഫ് കൂടി കോമൺ ആയിട്ട് വരച്ചു പോവാണ്. അതിന്റെ ഫെയർ ഗ്രാഫ് ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്താ ജസ്റ്റ് ഒന്ന് ഞാൻ വരയ്ക്കുന്ന നോക്കുക. അപ്പൊ അതിന്റെ ജസ്റ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സുകൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, ഫെയർ ആയിട്ടുള്ള സൊല്യൂഷൻ ഇവിടെ ഉണ്ട്. യെസ്. അപ്പൊ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിന് വരുന്ന വാല്യൂസുകൾ നമ്മൾ നോക്കുക 20, 100 അല്ലെ. ഇനി നമുക്ക് അടുത്ത കൺസ്ട്രെയിന്റ് കൊണ്ട് ഒരുമിച്ച് എഴുതി നോക്കാം. ഇനി അതും കൂടി നമുക്ക് ഡിറ്റർമൈൻ ചെയ്തിട്ട് ഗ്രാഫ് പ്ലോട്ട് ചെയ്താലും മതി. ഒരു കൺസ്ട്രെയിന്റ് കൂടി ഉണ്ട് അല്ലെ. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 60 എന്ന് എടുക്കുക. അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 60 ആണ്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയാലും ഈക്വൽ ടു ആയിട്ടാണ് എടുക്കേണ്ടത്. ദെൻ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 60 എന്ന് എടുക്കുക. ഇതേപോലെ തന്നെ നമ്മൾ ടേബിൾ ഫോർമുലേറ്റ് ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക, എക്സ് വൈ, എക്സിന് 0 കൊടുക്കുമ്പോൾ വൈയുടെ വാല്യൂ 60, വൈക്ക് 0 കൊടുക്കുമ്പോൾ എക്സിന്റെ വാല്യൂ 60 ആണ്. സോ 0,60യും 60,0യുമാണ് എന്ത്, 2 പോയിന്റ്സുകൾ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അത് നമുക്ക് പ്ലോട്ട് ചെയ്യാം. അപ്പൊ എല്ലാം 10ന്റെ മൾട്ടിപ്പിൾസ് അല്ലേ വരുന്നത്, 10, 20, 100, 60 ലൈക്ക് ദാറ്റ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, എക്സ് ആക്സിസ് എന്ന് പറയുന്ന ആളെ നമുക്ക് എക്സ് ആക്സിസും വൈ ആക്സിസും ഉണ്ട്. അപ്പൊ എക്സ് ആക്സിസ് നമുക്ക് 10ന്റെ ഡിവിഷൻസ് ആയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഇത് ഒറിജിൻ ആണ്. സോ 10, 20, 30, 40, 50, 60, 70, 80, 90, 100. അതേപോലെ തന്നെ വൈ ആക്സിസ് സ്പ്ലിറ്റ് ചെയ്യുക. 10, 20, 30, 40, 50, 60, 70, 80,
90, then 100. Yes. ഇനി ഇവിടെ നോക്കുക, ഫസ്റ്റ് പോയിന്റ് ഏതാണ്? 0,100 അല്ലെ? 0,100. അപ്പൊ x0 y100. അപ്പൊ ഈ പോയിന്റ് അല്ലേ വരുന്നുണ്ടായിരിക്കുക? ഇതാണ് 0,100 എന്ന് പറയുന്ന പോയിന്റ്. യെസ്. അടുത്ത പോയിന്റ് ഏതാ? 20,0. അപ്പൊ x20 y0. ഇതാണ് 20,0 എന്ന് പറയുന്ന പോയിന്റ്. ഈ രണ്ട് പോയിന്റ്സുകളെ കണക്ട് ചെയ്ത് ലൈൻ വരയ്ക്കുക. ഓക്കെ, യെസ്. അതിന് ഞാൻ പേര് കൊടുത്തു. ആ കൺസ്ട്രെയിന്റെ പേര് അവിടെ എഴുതണം കേട്ടോ. 5x + y = 100. ക്ലിയർ ആയല്ലോ? യെസ്. ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? അടുത്ത കൺസ്ട്രെയിന്റ് നമ്മൾ എന്താ എടുത്തിരിക്കുന്നത്? x + y = 60. അത് സോൾവ് ചെയ്യാനുള്ള, അത് വരയ്ക്കാനുള്ള പോയിന്റ്സുകൾ നമ്മൾ കണ്ടെത്തിയല്ലോ. 0, 60 and 60, 0. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ആ പോയിന്റ്സ് നമ്മൾ നോട്ട് ചെയ്യാനായിട്ട് പോവാണ്. യെസ്. 0, 60 എവിടെയായിരിക്കും പോയിന്റ് വരുന്നുണ്ടായിരിക്കുക? യെസ്. അടുത്തത് 60, 0 ഇവിടെയായിരിക്കും പോയിന്റ് വരുന്നുണ്ടായിരിക്കുക അല്ലേ? യെസ്. ഈ രണ്ട് പോയിന്റ്സുകൾ ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഗ്രാഫ് വരയ്ക്കാം. യെസ്, ഗ്രാഫ് വരച്ചു. അതിന്റെ കൺസ്ട്രെയിന്റെ പേര് അവിടെ എഴുതണം. x + y = 60. ക്ലിയർ ആയല്ലോ? യെസ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ലൈൻസുകൾ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ഉണ്ട് അല്ലെ? രണ്ട് ലൈൻസുകൾ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് ആണ്, യെസ്, കറക്റ്റ് ഡയമെൻഷൻ എടുത്ത് വരയ്ക്കണം. ആ പോയിന്റ് ആണ് 10,50. ഏതാണ് ആ പോയിന്റ്? 10,50. ആ പോയിന്റ് കറസ്പോണ്ടിങ് x കോർഡിനേറ്റ് 10 ആയിരിക്കും, y കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 50 ആണ്. സോ 10,50 ആയിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. അപ്പൊ ആ പോയിന്റ് മാത്രം ഞാൻ ഇവിടെ ഡിനോട്ട് ചെയ്യാണ്. 10,50. ക്ലിയർ ആയല്ലോ? യെസ്. ഇനി നമുക്ക് ഈ ഗ്രാഫ് വരച്ചു, അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം അല്ലെ? ഫീസിബിൾ റീജിയൻ എന്നാ പറയാ. ഫീസിബിൾ റീജിയൻ, സൊല്യൂഷൻ കിടക്കുന്ന റീജിയനെയാണ് ഫീസിബിൾ റീജിയൻ എന്ന് പറയുന്നത്. അപ്പൊ ഫീസിബിൾ റീജിയൻ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഐഡന്റിഫൈ ചെയ്യാൻ പോവാണ്. അത് കണ്ടെത്താനുള്ള മാർഗം എന്ന് പറയുന്നത്, നമുക്ക് തന്നിരിക്കുന്ന കൺസ്ട്രെയിൻസ് നമ്മൾ എന്തായിരുന്നു? 5x + y <= 100 അല്ലെ? നമ്മൾ 5x + y = 100 ആയിട്ടാണ് നമ്മൾ സോൾവ് ചെയ്തത് അല്ലെ? പോയിന്റ്സ് ഐഡന്റിഫൈ ചെയ്ത് ആ ലൈൻസ് നമ്മൾ പ്ലോട്ട് ചെയ്തത്. അതേപോലെ x + y <= 60 ആണ്. അറ്റ് എ ടൈം 0 അപ്ലൈ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? അതിന്റെ ലൈൻ നമ്മൾ പ്ലോട്ട് ചെയ്തു, പോയിന്റ്സുകളൊക്കെ ഐഡന്റിഫൈ ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, എവിടെയാണ് ഇതിന്റെ സൊല്യൂഷൻ കിടക്കുന്നത് നമുക്ക് നോക്കണം. ഒന്നില്ലെങ്കിൽ ലൈൻസ് നമ്മൾ വരച്ചിരിക്കുന്ന ലൈനിന്റെ മുകൾ ഭാഗത്താകാം, അല്ലെങ്കിൽ അടിയിലോട്ടായിരിക്കാം സൊല്യൂഷൻ കിടക്കുന്നുണ്ടായിരിക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തന്നിരിക്കുന്ന കൺസ്ട്രെയിൻസ് എന്തായിരുന്നുവോ അറ്റ് എ ടൈം എക്സിനും വൈക്കും 0 അപ്ലൈ ചെയ്യുക കൺസ്ട്രെയിൻസിൽ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കൂ, 5x + y അല്ലെ? 5x + y <= 100 അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? അറ്റ് എ ടൈം എക്സിനും വൈക്കും ഇവിടെ 0 അപ്ലൈ ചെയ്താൽ 0 + 0 0 <= 100. 0 എന്ന് പറയുന്നത് 100-നേക്കാൾ താഴെയാണ്. കറക്റ്റായ സ്റ്റേറ്റ്മെന്റ് അല്ലേ? യെസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ലൈൻ നമ്മൾ എവിടെയാണോ വരച്ചിരിക്കുന്നത്, ആ ലൈനിൽ നിന്ന് ടുവേർഡ്സ് 0 നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കണം? ഷെയ്ഡിങ് ചെയ്യുന്നുണ്ടായിരിക്കണം. സ്റ്റേറ്റ്മെന്റ് ട്രൂ ആയതുകൊണ്ട് ടുവേർഡ്സ് 0 നമ്മൾ 0 0 അപ്ലൈ ചെയ്തത് അല്ലെ? അപ്പൊ ടുവേർഡ്സ് ദാറ്റ് പോയിന്റിലോട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഷെയ്ഡ് ചെയ്യുക. തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിലോ ആ ലൈനിന്റെ പുറത്തോട്ടാണ് ഷെയ്ഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഷെയ്ഡ് ചെയ്ത് നമുക്ക് എങ്ങനെ കിട്ടുന്നുണ്ടായിരിക്കുക? യെസ്, ഇങ്ങോട്ടായിരിക്കും കിട്ടുന്നുണ്ടായിരിക്കും അല്ലെ? ഇതിന്റെ അടിയിലോട്ട് ഷെയ്ഡ് ചെയ്യണമെന്നില്ല. കാരണം എന്തുകൊണ്ടാണ്? നമ്മൾ ഓൾറെഡി കൺസ്ട്രെയിൻസ് പറയുമ്പോൾ x > 0 y > 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. വിച്ച് മീൻസ് ദേ ആർ നോൺ നെഗറ്റീവ് കൺസ്ട്രെയിൻസ്. അത് ഉദ്ദേശിക്കുന്നത്രയേ ഉള്ളൂ, സൊല്യൂഷൻ കിടക്കുന്നത് ഫസ്റ്റ് ക്വാഡ്രന്റിലാണ്.
എക്സ് ഗ്രേറ്റർ ഓർ 0, വൈ ഗ്രേറ്റർ ഓർ ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ എവിടെയായിരിക്കും സൊല്യൂഷൻ കിടക്കുന്നുണ്ടായിരിക്കുക? ഫസ്റ്റ് ക്വാഡ്രന്റ് അല്ലെ. എക്സ് ഗ്രേറ്റർ 0, വൈ ഗ്രേറ്റർ 0 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വാഡ്രന്റ് അല്ലേ ഉദ്ദേശിക്കുന്നുണ്ടായിരിക്കുക അല്ലെ. അപ്പൊ ആ ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് സൊല്യൂഷൻ കിടക്കുന്നത്. അത്ര മാത്രമാണ് ഈ കൺസ്ട്രെയിന്റ് കൊണ്ട് അല്ലെങ്കിൽ ലീനിയർ ഇക്വാളിറ്റീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബാക്കിയൊരു റോളും അതിന് ഇല്ല. ബാക്കിയുള്ള ആൾക്കാരെ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? ഡീലിംഗ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? അതിന്റെ ഗ്രാഫുകൾ വരച്ചാൽ മതി. ഓക്കെ, യെസ്. അപ്പൊ ഇതിന്റെ സൊല്യൂഷൻ കിടക്കുന്ന റീജിയൻ ഞാൻ എന്ത് ചെയ്തു? മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ അടുത്തൊരാളുണ്ടല്ലോ, എക്സ് പ്ലസ് വൈ ലെസ് ദൻ ഓർ ഈക്വൽ ടു 60 എന്ന് പറയുന്നത്. അപ്പൊ അതിലോട്ട് നമ്മൾ എന്ത് ചെയ്യുക? എക്സിന് വൈക്ക് 0 കൊടുക്കുക. സോ 0 പ്ലസ് 0 ലെസ് ദൻ ഓർ ഈക്വൽ ടു 60, 0 ലെസ് ദൻ ഓർ ഈക്വൽ ടു 60. ഈ സ്റ്റേറ്റ്മെന്റും എന്താണ്? ട്രൂ ആണ് അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങോട്ട് ഷെയ്ഡ് ചെയ്യാം? യെസ്, ഇതിന്റെ ടുവേർഡ്സ് 0 നമ്മൾ എന്തുണ്ടായിരിക്കും? ഷെയ്ഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ശരിയല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ ഇതിന് രണ്ടിലും, ഈ ഷെയ്ഡഡ് പോർഷനിലെ രണ്ടിലും കോമൺ ആയിട്ടുള്ള റീജിയൻ ഏതാണോ അവിടെയാണ് നമുക്ക് സൊല്യൂഷൻ ഉണ്ടായിരിക്കുക. രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന റീജിയൻ ഏതാണോ അവിടെയാണ് നമുക്ക് എന്തുണ്ടായിരിക്കുക? സൊല്യൂഷൻ ഉണ്ടായിരിക്കുക. ഈ രണ്ട് ഷെയ്ഡ് പോർഷനിലും കോമൺ ആയിട്ട് വരുന്ന ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു പോർഷൻ അല്ലേ? യെസ് അല്ലേ. ഈ ഒരു പോർഷനിലായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? നമുക്ക് സൊല്യൂഷൻസ് ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പൊ ആ ഒരു റീജിയൻ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ ആൻസർ ഷീറ്റിലായിട്ട് കാണിക്കേണ്ടതുള്ളൂ. അപ്പൊ ആ ഒരു റീജിയൻ ആണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഷെയ്ഡഡ് പോർഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് വരുന്ന സാധ്യതകൾ എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഷെയ്ഡ് ചെയ്ത് കാണിച്ചത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സൊല്യൂഷൻ കിടക്കുന്ന റീജിയൻ ഇതാണ്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യണം? ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂ കണ്ടെത്തണം അല്ലെ. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്തായിരുന്നു? z is equals to 250x plus 75y. ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻസിലോട്ട് നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഫീസിബിൾ റീജിയനിന്റെ കോർണർ പോയിന്റ്സുകൾ അപ്ലൈ ചെയ്യാം. ഇതിന്റെ കോർണർ പോയിന്റ്സ് ഫീസിബിൾ റീജിയൻ ഏതാ? ഇതാണ് അല്ലെ. ഇതാണ് ഫീസിബിൾ റീജിയൻ. കോർണർ പോയിന്റ്സ് എന്ത് വരും? 0, 60. ശരിയല്ലേ? 0, 60. അടുത്തൊരു പോയിന്റ് ആണ് എന്ത്? 0,0. അടുത്തതോ അതെ 20,0. അടുത്തതോ 10,50. ഈ പോയിന്റ്സുകളൊക്കെ എന്താണ്? ഈ ഫീസിബിൾ റീജിയന്റെ കോർണർ പോയിന്റ്സുകളാണ്. ഓക്കെ, അപ്പൊ ആ കോർണർ പോയിന്റ്സുകൾ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ലിസ്റ്റ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പൊ കോർണർ പോയിന്റ്സ് ഫെയർ സൊല്യൂഷൻ ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അത് വെരിഫൈ ചെയ്യാം. കോർണർ പോയിന്റ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? 0, 0 ഒരു കോർണർ പോയിന്റ് ആണ് അല്ലെ. 0, 0 ഒരു കോർണർ പോയിന്റ് ആണ്. അടുത്ത കോർണർ പോയിന്റ് ആണ് 0, 60. അടുത്തൊരു കോർണർ പോയിന്റ് ഏതാ? 10,50. യെസ്. ഇനി അടുത്തൊരു കോർണർ പോയിന്റ് ഉണ്ടല്ലോ, ഏതാണ്? 20,0. ഈ കോർണർ പോയിന്റ്സുകൾ ജസ്റ്റ് വി ഹാവ് ടു അപ്ലൈ ഇൻ ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിലേക്ക് അപ്ലൈ ചെയ്യാം. 0, 0 അപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക? z is equal to 250 into 0 plus 75 into 0. 0 plus 0 equals to എന്താ കിട്ടുക? 0. ഓക്കെ, അടുത്തത് z is equals to 0,60 അല്ലെ. 0,60 അപ്ലൈ ചെയ്യുമ്പോൾ 250 into 0 plus 75 into 60. നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 4,500 എന്നായിരിക്കും കിട്ടുക. ഓക്കെ, അതേപോലെ തന്നെ അടുത്ത് നമുക്ക് സോൾവ് ചെയ്യാണ്ട് അല്ലേ. ഏതാണ് പോയിന്റ്? 10,50. 10,50. യെസ്. അപ്പോൾ z is equals to 250 into 10 plus 50 into 75. 250 into 10 plus 50 into 75, 6,250. Yes. അടുത്തത് 20,0 അല്ലേ. 20,0. So z is equals to 250 into 20 plus 0 into 75. Z is equals to 250 into 20 plus 0 into 75, which is equals to 5,000. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്ത എന്താണ്? കോർണർ പോയിന്റ്സുകൾ
ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻസിലോട്ട് അപ്ലൈ ചെയ്തു. കോർണർ പോയിന്റ്സ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻസ് അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടിയ വാല്യൂസുകളാണ് 0 0 0 0 എന്ന് പറയുന്ന പോയിന്റിൽ 0 കിട്ടിയിട്ടുണ്ട്. 0 60 എന്ന് പറയുന്ന പോയിന്റിൽ 4500 കിട്ടിയിട്ടുണ്ട്. 10,50 എന്ന് പറയുന്ന പോയിന്റിൽ 6250 കിട്ടിയിട്ടുണ്ട്. ആൻഡ് 20,0 എന്ന് പറഞ്ഞാൽ 5000 കിട്ടിയിട്ടുണ്ട്. ശരിയല്ലേ? യെസ്. ഇതില് മാക്സിമം നമുക്ക് പ്രോഫിറ്റ് എന്ത് ചെയ്യണമെന്നാ പറഞ്ഞത്? മാക്സിമം പ്രോഫിറ്റ് കാണുന്ന പറഞ്ഞേക്കണേ. അപ്പൊ മാക്സിമം പ്രോഫിറ്റ് ഇതിൽ ഏതാ കിട്ടിയിരിക്കുന്നത്? 6250. അത് ഏത് പോയിന്റിലാ കിട്ടിയിരിക്കുന്നത്? 10,50 അല്ലേ? സോ മാക്സിമം value of the objective function z is equals to 6250 at എവിടെയാണ്? 10,50. 10 means എന്തായിരുന്നു? 10,50. അതിൽ എക്സും വൈയും ഡിനോട്ട് ചെയ്യുന്ന എക്സ് എന്തായിരുന്നു? നമ്പർ ഓഫ് ടേബിൾസ് ആണ് അല്ലേ? 50 എന്തായിരുന്നു? നമ്പർ ഓഫ് ചെയേഴ്സ് ആണ്. സോ നമ്പർ ഓഫ് ടേബിൾസ് എന്ന് പറയുന്നത് എത്രയാണ്? 10. നമ്പർ ഓഫ് ചെയേഴ്സ് എത്രയാണ്? 50. യെസ്. ഇതാണ് അതിന്റെ റിക്വയർഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ആദ്യം തന്നിരിക്കുന്ന കൺസ്ട്രെയിൻസ് വെദർ അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയിക്കോട്ടെ, നമ്മൾ എന്താക്കി മാറ്റുക? ഈക്വൽ ടു ആക്കി എടുക്കുക. എക്സിനും വൈക്കും 0 0 കൊടുത്ത് വൈയുടെ വാല്യൂസുകൾ കണ്ടുപിടിക്കുക. ആദ്യം എക്സിന് 0 കൊടുക്കുക, വൈയുടെ വാല്യൂ കാണാം. വൈക്ക് 0 കൊടുക്കുക, എക്സിന് വാല്യൂ കണ്ടുപിടിക്കുക. പോയിന്റ്സുകൾ ഡിറ്റർമിൻ ചെയ്യുക കൺസ്ട്രെയിൻസുകളുടെ. ആ കൺസ്ട്രെയിൻസുകളുടെ പോയിന്റ്സുകൾ വെച്ച് നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുക. സൊല്യൂഷൻ നമ്മൾ ഗ്രാഫിക്കലി നമ്മൾ പ്ലോട്ട് ചെയ്യുന്ന സൊല്യൂഷൻ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? അറ്റ് എ ടൈം എക്സിനും വൈക്കും 0 കൊടുക്കണം അല്ലെ? എക്സിനും വൈക്കും 0 കൊടുക്കും. തന്നിരിക്കുന്ന കൺസ്ട്രെയിൻ ട്രൂ ആണെങ്കിൽ ടുവേർഡ്സ് 0 ഷെയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ ആ ലൈനിന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ ഉണ്ടായിരിക്കുക ഷെയ്ഡിങ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ അങ്ങനെ കിട്ടിയിട്ടുള്ള ഗ്രാഫ് എടുക്കുക. കോർണർ പോയിന്റ്സ്, ആ ഫീസിബിൾ റീജിയന്റെ കോർണർ പോയിന്റ്സ് ഐഡന്റിഫൈ ചെയ്ത് ഏത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിലാണോ മാക്സിമോ മിനിമോ കണ്ടുപിടിക്കേണ്ടത് ആ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്ലൈ ചെയ്തതിനു ശേഷം നമുക്ക് എന്ത് കിട്ടും? മിനിമം വാല്യൂ ആൻഡ് മാക്സിമം വാല്യൂ നമ്മൾ നോക്കുക. പ്രോഫിറ്റ് ഒക്കെയാണ്, മാക്സിമം വാല്യൂ ആണ്. അപ്പൊ മാക്സിമം നോക്കുക, അത് എത്രയാണെന്ന് എഴുതുക, അത് ഏത് പോയിന്റിലാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. യെസ്, ഇതാണ് ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യാനുള്ള ബേസിക് ഐഡിയ ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത്. അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ തുടർച്ചയായിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ചെയ്യാം. താങ്ക് യു.